അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സൺഡേ മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ നമ്മൾ പെട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ വന്നത്, ഞാനും ഇക്കയും കൂടെ. ഞാൻ കഹാനിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ സാറ്റർഡേ. അപ്പോൾ അത് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കോഴിക്കോട് നിന്ന് വരുമ്പം എന്നെ അവിടുന്ന് പിക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ എന്താണ് ഇക്കാൻ്റെ പ്ലാന് കാര്യങ്ങളൊന്നും അറിയില്ല. ഇക്കാൻ്റെ പ്ലാനിനനുസരിച്ച് ഞാൻ പ്ലാൻ ആക്കാറാണ് പതിവ്. പക്ഷെ നെക്സ്റ്റ് സാറ്റർഡേ എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഗിവ് അവേൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഗിവ് അവേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കഹാനിയിൽ. ഇനിയും ആരും അതിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കഹാനിയുടെ പേജിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. പോയിട്ട് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പങ്കെടുക്കുക കേട്ടോ. ആരാ വിന്നർ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ തിരഞ്ഞെടുത്തിട്ട് അർഹതപ്പെട്ടുള്ള ആൾക്കാരിൽ എത്തിക്കൂട്ടോ. അപ്പോൾ എന്തായാലും ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യാനുള്ളതും കമൻറ്റും കാര്യങ്ങളും വാട്സപ്പും FBയും ഒക്കെ നോക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ചായ കുടിക്കൽ, ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും മണ്ണാർക്കാട് നല്ല മഴയുണ്ട് എന്ന് പറയുന്നുണ്ട്. അയ്യോ, നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും കമ്മിയായാൽ മതിയായിരുന്നു. ഏകദേശം എല്ലാവിടെയും നല്ല മഴയുണ്ട്. റിഹാന് ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു അവന്. തിരുവനന്തപുരം ഭയങ്കര വൃത്തിയും ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് ഇത്ര അവിടുത്തെ സിറ്റി. അവിടുത്തെ ആൾക്കാരുടെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞെങ്കിലും അതിൽ പ്രൈസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, പങ്കെടുക്കാൻ പറ്റി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് ഇവിടെ കാസർഗോഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൈസ് എന്ന് കുറേ കമൻസ് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ കമൻസ് കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ. അപ്പോൾ ഇതാ ഞാൻ വേഗം അതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ എന്താ ഇവിടുന്ന് അനങ്ങാണ്ടിരിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ വേഗം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഇക്കാൻ്റെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കംപ്ലീറ്റ് അഴുക്ക് തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാനത് ഒന്നുകൂടെ കൺഫേം ചെയ്യാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഫുള്ളും അലക്കാനെടുത്തു എന്ന് പറയാം. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. അയ്യോ, ചുമ ഇളകിയേ പോയിട്ടോ, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ സൂപ്പർ വീഡിയോ ഇവിടെ മഴയുണ്ട്. ഇവിടെ നല്ല മഴയാണ് പറയുന്നത്. ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്യാനാണ് കേട്ടോ. ഇനി ഇതൊക്കെ പോയി വാഷ് ചെയ്യണം. ഇന്ന് രാവിലെ ശരിക്കും ഞാൻ പേടിച്ചു, മെഷീൻ പണി തന്നോ എന്ന് തന്നെ വിചാരിച്ചു. കാരണം ഒച്ച അനക്കമില്ല കേട്ടോ മെഷീനിൽ. അപ്പം ഞാൻ പ്ലഗ് ഒന്ന് മാറ്റി കുത്തി, മെഷീന് കുത്തുന്ന ആ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടാവില്ലേ, അത് ഫ്യൂസ് ആയതാണ്. ഞാൻ ശരിക്കും പേടിച്ചു, മെഷീൻ ഇല്ലെങ്കിൽ എല്ലാം പോയി എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ എൻ്റെ. പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ഇന്ന് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾ ട്രേയിൽ കുറച്ച് സാധനങ്ങൾ വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യലെന്നറിയോ, വെജിറ്റബിൾ ട്രേയിൽ അടിയിൽ പേപ്പർ ഇരിക്കും. പിന്നെ നമുക്കത് വൃത്തികേടാവില്ല. ക്ലീൻ ചെയ്യുമ്പോൾ ആ പേപ്പറോട് അങ്ങ് എടുത്ത് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് കളഞ്ഞാൽ മതി. വെജിറ്റബിൾ ട്രേയിൽ ഒന്നും ആവില്ല കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുള്ളത്. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പൂരി മസാല ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മസാല റെസിപ്പി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ആണ് കമൻറ്റ് ഇട്ടത്, സൂപ്പർ ചിനി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു, വീഡിയോ സൂപ്പർ പറയുന്നുണ്ട്. ചായയുടെ അളവ് കിട്ടിയില്ല എന്നും ഇത് അളന്ന് വെക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശീലായടോ, അതൊരു തെറ്റൊന്നും അല്ലല്ലോ. പിന്നെ ചില സമയത്ത് മോനിക്ക് ചായ വേണ്ട പറയും. നമുക്ക് ആ പാലും വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അളന്ന് വെക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് ഇതുണ്ടാവുമല്ലോ എന്നും. എന്നിട്ട് തന്നെ എനിക്ക് പഞ്ചസാരയുടെ അളവ് ചെറുതായിട്ട് ഇപ്പം തെറ്റുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചായയുടെ അളവ് അളന്നിട്ട് തന്നെ വെക്കണത്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് മൊത്തക്കണക്കിന് എന്തുണ്ടാക്കണത് ഇഷ്ടമല്ല കേട്ടോ. അരി പോലും ഞാൻ അങ്ങനെ ആക്കാറില്ല മൊത്തക്കണക്കിന്. ഞാൻ എപ്പോഴും എത്ര ആൾക്കാരാണോ ഫുഡ് കഴിക്കാറ് അതിനനുസരിച്ചിട്ടേ എടുക്കാറുള്ളൂ. അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോവാറും ഉണ്ട് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണോ? അതായത് ചപ്പാത്തി നമ്മുടെ കിഴങ്ങും ഇച്ചിരി അച്ചാറും കൂട്ടി കഴിക്കാൻ എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടി ഉണ്ടെങ്കിൽ
ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വെജിറ്റബിൾ ട്രേയിലത്തെ എല്ലാം അഴുക്ക് കംപ്ലീറ്റ് കളഞ്ഞിട്ട് പുതിയതൊക്കെ അതിലോട്ട് ഫില്ല് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അടിയിൽ. ഇത് കംപ്ലീറ്റ് അതിലിട്ടിട്ട് നമ്മൾ ഇത് അങ്ങ് തള്ളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് അതിൽ കേടുവന്നാൽ നമുക്ക് അതോടെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ലാസ്റ്റിൽ അങ്ങനെ റിഹാനിക്കല്ല അയാൻക്ക് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. തൈറോയിഡിന് സോയാബീൻ കഴിക്കാൻ പറ്റുമോ? നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ തൈറോയിഡിന് ക്യാബേജ് കഴിക്കാൻ പാടില്ല, കോളിഫ്ലവർ കഴിക്കാൻ പാടില്ല, അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെയായിരുന്നു നമ്മുടെ മൊത്തമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ. പക്ഷേ നമ്മൾ ഇതൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറച്ചല്ലേ കഴിക്കുന്നത്. തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് 3 കിലോ വരെ കഴിച്ചാലുള്ള പ്രശ്നം. നമ്മൾ ഒരിക്കലും 3 കിലോ ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഞാൻ ഒരു വീഡിയോയിൽ കേട്ടതാണ്, നമ്മൾ ഉപ്പേരിക്ക് എത്ര എടുക്കുന്നുള്ളൂ, ഒരിച്ചിരി അല്ലേ എടുക്കുന്നുള്ളൂ, അതൊന്നും കഴിക്കണോണ്ട് ഒരു പ്രശ്നമില്ല എന്ന് കേട്ടത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്. സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രൈ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് തക്കാളി ചട്നിയും കാര്യങ്ങളൊക്കെ അരയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ദോശ ഇഡ്ഡലി ആവുമ്പോൾ എന്തായാലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് തക്കാളി ചട്നി. പിന്നെ ഇവിടെ നല്ല മഴയാണ്, മലപ്പുറമാണെന്ന് പറയുന്നുണ്ട്. നാളെ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ ഭാരത് ബന്ധാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എന്നാ ഇടുക എന്ന് എനിക്കറിയില്ല. വോയിസ് ഓവർ ഞാൻ കുറച്ച് നേരത്തെ കൊടുക്കുന്നതെന്ന് മാത്രം. ഭാരത് ബന്ദിന്റെ അന്ന് ലീവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ. ഇന്ന് ദോശയല്ല ഇഡ്ഡലിയാണ്. ഇന്നലെ ഇഡ്ഡലി കാട്ടിയില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ഇഡ്ഡലിക്ക് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ കഴിച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഉച്ചയ്ക്ക് വലിയ കുക്കിംഗ് ഒന്നുമില്ല, കാരണം കല്യാണം ഉണ്ടായിരുന്നു. ഉമ്മയും ഇക്കയൊക്കെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞാനും അയൻകുട്ടിയും ഉപ്പയും മാത്രമാണ്. ഞാൻ തലേദിവസം രാവിലെ കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. സാറ്റർഡേ പോകാൻ നേരത്ത് വെച്ചതാണ്. കുട്ടിക്ക് സ്കൂളിലേക്ക് ആക്കി കൊടുക്കുക, പിന്നെ വന്നിട്ട് കഴിക്കാനും ഒക്കെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 1 kg കൊണ്ട് ഞാൻ ചെറിയൊരു ബിരിയാണി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ബാക്കിയുണ്ട്. പിന്നെ റൈസും മോരുകറിയും ഉപ്പേരി കൂർക്ക ഉണ്ടായിരുന്നു, കൂർക്കയൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാൻ വിചാരിച്ചു. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, പുന്നാര മീനത്രേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര ഫ്ലഷൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. പക്ഷെ അതിന് പേര് കേൾക്കുമ്പോൾ അതിന് കൊല്ലാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്ന് തോന്നിപ്പോട്ടോ. പുന്നാരമീൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിളിമീനിനോട് ആ ഒരു സംഭവം കേട്ടോ ഉണ്ടാവാറ്. കിളിമീന് അതിനെ കാണുമ്പോൾ ഞാൻ കഴിക്കൂല, എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അതിനെ കാണുമ്പോൾ കഴിക്കാൻ. എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ കിളിമീൻ. അതിന് തക്കാളി ചട്നിക്കൊക്കെ വഴിച്ച് ഇഷ്ടമല്ല, മീൻസ് അതിനോടൊരു സിമ്പതിയാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കൂല. അങ്ങനെയാണെങ്കിൽ നീ കോഴിയും ആടും പോത്തും ബീഫും ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറയും. എനിക്കറിയാം ആൾക്കാർ അങ്ങനെ പറയുന്നുള്ളത്, പക്ഷേ അത് വേറൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഇടയിൽ വേറൊരു വോയിസ് കയറി വന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കമൻറ്റ് ബോക്സ് വഴി വന്നപ്പോഴാണ്, അതായത് ഹായ് ജിനി, എല്ലാ വീഡിയോയും സൂപ്പറാണ്, ഇന്നെന്താ എഡിറ്റിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് വീഡിയോയിൽ ഓഡിയോ ഇടയിൽ ഒരു സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് താജ്മഹൽ പൗഡർ യൂസ് ആക്കിക്കണു, ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നാ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണും, സൂപ്പർ. ഇതിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, വായിച്ചിട്ട് മറുപടി തരണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഏതാണ് ഇൻസ്റ്റയിൽ ID എന്നൊന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു വ്ളോഗിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ വരുന്നതല്ലേ, എനിക്ക് എല്ലാറ്റിനൊന്നും റിപ്ലൈ നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. അതായത് ജെനുവിനായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരുപാട് പേര് ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് ആക്കാറുണ്ട്, അവർക്കൊന്നും ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ജിനിത്താക്ക് ജീരകം ഇല്ലാതെ കഴിയൂല എന്ന് പറയുന്നുണ്ട്. അതെ, ജീരകം അത് ഹെൽത്തിന് നല്ലതല്ലേ. ഞാൻ ആ ഒരു ബേസിലാണ് ജീരകം ഇടുന്നത് കേട്ടോ. ദഹനത്തിനും ഒക്കെ നല്ലതാണ് ജീരകം. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ അതിനൊക്കെ ഓരോരോ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മുടെ ബോഡിക്ക് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, ബോഡിക്കുള്ള ഗുണങ്ങളും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കൽ കഴിഞ്ഞിട്ട് ചായ എല്ലാം എടുത്തു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ച ശേഷം വേറെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഉമ്മയും ഉപ്പയല്ല, ഇക്കും ഉമ്മയും പോവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും ചെയ്യാണ് കേട്ടോ.
ഇതിപ്പോൾ സൺഡേ എടുത്ത വ്ളോഗാണ്. സൺഡേ കഴിഞ്ഞ് മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ കഴിഞ്ഞ് വെനസ്ഡേ കഴിഞ്ഞു തേഴ്സ്ഡേ ആണ് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇത് അപ്ലോഡ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സൺഡേ വന്നു. രാവിലെ ആവണു രാത്രി ആവണു, വീണ്ടും രാവിലെ ആവണു രാത്രി ആവണു, ഇങ്ങനെയല്ലേ. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അല്ലേ നമ്മുടെ ഇപ്പോൾ ലൈഫ്, ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും തീർന്ന് പോണത്. ഞാനിങ്ങനെ അത് എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. നമുക്കൊക്കെ ഇനി എത്ര തന്നെ ഉള്ളൂല്ലേ, എപ്പോഴാ പഠിച്ചോ വിളിക്കാന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ വുഡ് ബൗളില്ലേ, അത് ഞാൻ നമ്മുടെ ബാവ മെറ്റൽസ് എന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അതിൻ്റെ വേറെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി വേണമെങ്കിൽ ഈ വീഡിയോയിലും കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ എന്താ പറയുക, കൂർക്കയൊന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ നന്നാക്കി തന്ന കൂർക്കയാണ്. ഉമ്മ അവിടെ ചാക്കിലോ അല്ലെങ്കിൽ തുണിയുടെ കവറിലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ടാണ് അത് നന്നാക്കി തരാറ്. പെട്ടെന്ന് തൊലി പോവാറുണ്ട് ഇത്ര. അപ്പം എന്തായാലും ഞാനതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനേക്ക് ഒന്ന് സെറ്റാക്കി മസാല കൂട്ടിയെടുക്കണം. പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ചോറ് അരി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്രാവശ്യം നല്ലോണം വെന്ത് പോയിട്ടോ ചോറ്. എനിക്ക് ഒരുപാട് വെന്ത ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം മട്ടരി ചോറാണ്. പിന്നെ 2 വിധം ചോറ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതന്നെ വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഓരോ റീൽസ് കാണുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് വരും കേട്ടോ മട്ടരിക്ക്. ഇപ്പം എൻ്റെ വീട്ടിലും മട്ടരി അങ്ങനെ യൂസ് ചെയ്യാറില്ല. വലിയ അരിയാണ് അവിടെയും യൂസ് ചെയ്യാറുള്ളത്. മട്ടരി കഴിക്കാനാണ് എനിക്ക് പൂതി തോന്നാറുള്ളത്. മട്ടരി, മാങ്ങ ചമ്മന്തി, പയറുപ്പേരി, ഉണക്കമീൻ, പപ്പടം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ വേണമെങ്കിൽ ഒരു അച്ചാറ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒഴിച്ചു കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയാണ് എനിക്ക്. അയ്യോ, ഇപ്പൊ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ കല്യാണിയുടെ ഒരു വ്ലോഗ് കണ്ടപ്പോ അതിലൊരു ഫുഡ് കഴിക്കണ കണ്ടു കേട്ടോ. അവളുടെ അമ്മ ഉണ്ടാക്കിയ മീൻകറിയും പിന്നെ രാവിലെ തന്നെ അവള് ചോറുണ്ണാണ് കേട്ടോ. ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല. പക്ഷെ അവള് രാവിലെ തന്നെ ചോറ് കഴിക്കണ ഒരു വ്ലോഗ് ഇട്ടീന്ന്, ഒരു ഷോർട്ട് വീഡിയോ. അതില് മട്ടരി ചോറും പിന്നെ എന്താ പറയാ അച്ചാറും മീൻകറിയും ഉപ്പേരിയും പിന്നെ വേറെ എന്തോ ഒരു ബ്ലാക്ക് കളർ സാധനം കണ്ടു. അതെന്താന്ന് എനിക്ക് അറിയണില്ല. ഇതെല്ലാം കൂട്ടി കുഴച്ചിങ്ങനെ അവള് കഴിക്കുമ്പോണ്ടല്ലോ, ഞാൻ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും കൂർക്കയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മയും ഇക്കയും പോവാനും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വേറൊരു സംഭവം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ചിക്കൻ്റെ ഒരു ഫ്രൈയും കൂടെ ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻകുട്ടി അവിടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഈ ഒരു ഭാഗം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നത്. പിന്നെ അതിൻകുട്ടി പോയി ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നു. നോക്ക്, നമ്മുടെ മുറ്റത്തിൽ പുല്ല് വളർന്നിരിക്കണ്, ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്തായാലേ ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ചിന്താമണി ചിക്കൻ ഒരു പ്രാവശ്യം കാണിച്ചതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ വറ്റൻമുളകിന്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഞാൻ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ചിന്താമണി ചിക്കൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാനത് മാറ്റി കേട്ടോ. എനിക്കത് അത്ര പറ്റിയിട്ടില്ല. അതിന് ഞാൻ വേറൊരു സംഭവം ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്നും അഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നായ ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി ഏകദേശം 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുക. എരിവിനായിട്ട് നമ്മൾ ആകെ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചില്ലി ഫ്ലെക്സ് മാത്രമാണ് കേട്ടോ. നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചില്ലേ ചുവന്ന മുളക്, അത് മാത്രം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഉപ്പും ചേർത്തി കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ചിന്താമണി ചിക്കൻ, വേറെ ഒന്നും ഇല്ല കേട്ടോ ഇതില്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇത് കഴിച്ചിട്ട് എല്ലാവരും ചിന്തിച്ചു കൂട്ടും, ജിനി എന്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അതുപോലെ ഈ സംഭവം ആഡ് ചെയ്തു ആദ്യം കേട്ടോ. എന്നിട്ടും എനിക്കൊരു തൃപ്തി വന്നില്ല.
പിന്നെ ഈ ചട്ടിയും എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല, കാരണം ഇത് ഈ എണ്ണയിൽ തന്നെ കിടന്ന് മുരിഞ്ഞ് അങ്ങനെ വേവിക്കേണ്ട ഒരു സംഭവമാണ്, വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതെന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അടച്ചു വെച്ചു. അപ്പോഴാണ് എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത് പറഞ്ഞിട്ട് ചട്ടി മാറ്റാൻ തോന്നിയത് കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഞാനിവിടെ അടച്ചു വെച്ചു. പിന്നെ തുറന്നു നോക്കുമ്പോൾ അടിയിൽ പിടിക്കണ പോലെ എനിക്കൊരു ഡൗട്ട് തോന്നിയപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം എൻ്റെ കയ്യിലുള്ള നോൺ സ്റ്റിക്ക് ചട്ടിക്ക് തന്നെ അത് മാറ്റി. ഇതാകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്കാവട്ടെ. പിന്നെ ചിന്താമണി ചിക്കൻ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അന്നാണെങ്കിലോ മൂത്ത ചിക്കനും ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. എനിക്ക് നല്ല ദേഷ്യം വന്നു ചിക്കനെ കണ്ടിട്ട്. പിന്നെ തേങ്ങാക്കൊത്തും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കി ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വന്നു. പക്ഷെ ലാസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഞാനിത് സെർവ് ചെയ്തത് കേട്ടോ. പിന്നെ തക്കാളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ വേറെ എന്തോ ചിന്താമണി ചിക്കൻ എന്ന് ഇനി ഇതിന് പേരിടാൻ പറ്റൂല, വേറെ എന്തോ ഒരു പേരായി മാറി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ് എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കില്ലേ.